കാസർഗോഡ് നഗരസഭ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട കോലായിയുടെ സാരഥികളായ കെ.എം. ഹനീഫിനും എൺമകജെ പഞ്ചായത്തിലേക്ക് 4ാം തവണ തെരഞ്ഞെടുക്കപ്പെട്ട എ ആയിഷ പെർലയ്ക്കും കോലായി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം നൽകി. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. City Gold and Diamonds, Kerala and Karnataka, the glow of purity. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി ദാമോദരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ പോലെയുള്ള പ്രമുഖ വ്യക്തികൾ നമുക്ക് ആദരിക്കാൻ കിട്ടിയത് അവരെക്കാൾ കൂടുതൽ സന്തോഷം നമുക്കാണ് എന്നാണ് തോന്നുന്നത്. നമ്മളാണ് ബഹുമാനിക്കപ്പെട്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ കുറിച്ച് നേരത്തെ കരീം ചൗക്കിയും അനീഫയൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇത്രമാത്രം സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിലും മറ്റ് വിദ്യാഭ്യാസ രംഗങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഈ പ്രമുഖ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ എന്താണ് അവർ ചെയ്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചു. ഇങ്ങനെയൊക്കെ വിശദീകരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്നുകൊണ്ട് നമ്മുടെ കെ.എം. ഹനീഫ ആ ഒരു സ്നേഹത്തിന്റെ ഒരു പുഞ്ചിരി മാത്രമാണ് അദ്ദേഹത്തിന്റെ മുഖത്തുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ നന്മ ഒരു ചിരിയായി മാത്രം പുറത്തേക്ക് വരിക, അതിനപ്പുറത്ത് ആര് വലിയ ഒരു ചെയ്തതിനേക്കാൾ കൂടുതൽ പുറത്ത് പറയുകയും പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഉണ്ട് എന്ന് അഭിമാനിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലല്ല. സൗമ്യനായി അത് വിനീതനായി ഒരു സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഇപ്പോ ഒരു ഭരണാധികാരി എന്ന രൂപത്തിൽ കൂടി എത്തപ്പെട്ടപ്പോൾ അത് ഒന്നുകൂടി സമൂഹത്തിന്റെ ഒരു ബഹുമതിയായി ആദരവായി മാറി എന്നാണ് സൂചിപ്പിക്കുന്നത്. കോലായി ലൈബ്രറി പ്രസിഡന്റ് ഹസൈനാർ തോട്ടംഭാഗം അധ്യക്ഷത വഹിച്ചു. വിജയികൾക്കുള്ള സ്നേഹാദരങ്ങൾ പി ദാമോദരൻ, ആസ്മാസ് അഹമ്മദാജി, എസ്.വി. അശോക് കുമാർ, ടി.എസ്. ഷാഫി എന്നിവർ കൈമാറി. കോലായി അംഗത്വ ക്യാമ്പയിന്റെ ഭാഗമായി പുതുതായി ചേർന്ന ടി.എ. ആസിഫ്, കെ.എം. ഷാഫി ഒമാൻ ഹൗസ്, കെ.എം. ഷെയ്ഖ് അലി ഒമാൻ ഹൗസ്, മൊയ്തീൻ ചാപ്പാടി, നാസർ ഉസ്മാനിയ, എം.ടി. നാസർ ചെർക്കള എന്നിവർക്ക് യഥാക്രമം ഇബ്രാഹിം ബാങ്കോട്, ഹനീഫ് ചൗക്കി, അഡ്വക്കേറ്റ് സാഹിറ കിലാബ്, ഷെരീഫ് ബോസ് എന്നിവർ മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. സ്കാനിയ ബെദിര, കരീം ചൗക്കി, സാഹിറ കിലാബ്, സി.എൽ. ഹമീദ്, സുലേഖ മാഹിൻ, ഡോക്ടർ എം.എ. മുംതാസ്, നാസർ ചെർക്കളം, റഹ്മാൻ മുട്ടത്തൊടി, ജയലക്ഷ്മി ടീച്ചർ, അനിത ഡിസൂസ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മറുപടി പ്രസംഗത്തിൽ കാസർഗോഡിന്റെ സമഗ്ര വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും പരമാവധി പരിഹരിക്കാൻ തങ്ങളാലാവും വിധം പരിശ്രമിക്കുമെന്ന് കെ.എം. ഹനീഫും ആയിഷയും പ്രത്യാശകൾ നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.